ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസിസ്റ്റൻസിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിളിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഇക്വേഷൻസ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, എക്സാമിനേഷൻ സാധാരണ ചോദിക്കാറുണ്ട്. പ്രത്യക്ഷത്തിൽ അത് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിളായി തോന്നില്ല, പക്ഷേ ചില സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒരു ലീനിയർ ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ആദ്യമായിട്ട് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് 3/x minus 1/y equal to -9. 2/x plus 3/y equal to 5. ബ്രാക്കറ്റിൽ x not equal to 0, y not equal to 0. 3/x minus 1/y equal to -9. 2/x plus 3/y equal to 5. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ നമ്മളിവിടെ നോക്കൂ, 3/x എന്താണ് ആക്ച്വലി 3 × 1/x ആണ്. മൈനസ് 1/y ഈക്വൽ ടു -9. ഈ ഇക്വേഷനിൽ നമുക്ക് 1/x ഈക്വൽ ടു u എന്നും 1/y ഈക്വൽ ടു v എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 3u മൈനസ് v ഈക്വൽ ടു -9 എന്ന് കിട്ടുക. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ ഇതിനെ നമുക്ക് 2 × 1/x അല്ലേ, 2 × 1/x പ്ലസ് 3 × 1/y ഈക്വൽ ടു 5 എന്ന് എഴുതാം. അതായത് 2/x എന്നുള്ളത് 2 × 1/x, 3/y എന്നുള്ളത് 3 × 1/y ഈക്വൽ ടു 5. അതേ 1/xന് നമ്മൾ u എന്നും ഇവിടെ 1/yക്ക് v എന്നും കൊടുത്താൽ എന്താ കിട്ടുക, 2u പ്ലസ് 3v ഈക്വൽ ടു 5 എന്നിട്ട് ഇക്വേഷൻ നമ്പർ 2. ഇപ്പം എന്തായി മാറിയത്, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളായി മാറിയില്ലേ. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? പല വിധത്തിൽ സോൾവ് ചെയ്യാം. ഒന്ന്, പിന്നെ എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ പല മെത്തേഡും ഉണ്ട് അല്ലേ. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ഒരു മെത്തേഡ് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ, 3 കൊണ്ട്. അപ്പോൾ 3 ഇക്വേഷൻ 1 × 3 ഗീവ്സ് 3 × 3 9u. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3v ഈക്വൽ ടു -27. ഞാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട്. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ 2u പ്ലസ് 3v ഈക്വൽ ടു 5. ഇനി ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ 9u പ്ലസ് 2u 11u, ഇത് രണ്ടും 0 ആയി പോയി. ആ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്. ഇത് -22 ആയി. അപ്പോൾ u ഈക്വൽ ടു 30 നമുക്ക് -22/11 ഇസ് ഈക്വൽ ടു -2. അപ്പോൾ നമുക്ക് യുടെ വാല്യൂ -2. ഇനി നമ്മൾ 2u എന്നുള്ള കൊടുത്ത് 2 × -2 പ്ലസ് 3v ഈക്വൽ ടു 5. -4 പ്ലസ് 3v ഈക്വൽ ടു 5. 3v ഈക്വൽ ടു 9, v ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് യുവും വിയും കിട്ടില്ലേ. നമുക്ക് എക്സും വൈ ആണ് കിട്ടേണ്ടത്. എന്താണ് യു? 1/x ആണ് യു. അപ്പോൾ 1/x ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടിയത്, -2. അതേപോലെ 1/y ഈക്വൽ ടു 3 എന്ന് കിട്ടി അല്ലേ. കാരണം v ഈക്വൽ ടു 3 ആണ്, വിയുടെ വാല്യൂ 1/y ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്തായി, x ഇസ് ഈക്വൽ ടു -1/2, y ഈക്വൽ ടു 1/3 എന്നാണ് ഇതിന് രണ്ടിൻ്റെയും റെസിപ്രോക്കലായിട്ട് നമുക്ക് കിട്ടുക. ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം. ഇപ്പോൾ മനസ്സിലായല്ലോ. പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റൻ എഴുതാം കേട്ടോ. അപ്പോൾ ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു
ലീനിയർ എന്ന് പറഞ്ഞാൽ ലീനിയറിലേക്ക് മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സോൾവ് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ ഇത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ പെട്ടൊന്നാണ്. അതുകൊണ്ട് ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. 2/x minus 1 2/x minus 1 plus 3/y plus 1 is equal to 2. X not equal to 1, y not equal to minus 1. അതേപോലെ 3/x minus 1 plus 2/y plus 1 is equal to 13/6. ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക. 2/x minus 1 plus 3/y plus 1 equal to 2. രണ്ടാമത്തത് 3/x minus 1 plus 2/y plus 1 equal to 13/6. ഇനി നമുക്ക് ഇവിടെ 1/x minus 1, ഇവിടെ നമ്മൾ ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ, 1/x minus 1 is equal to u and 1/y plus 1 is equal to v. 1/x minus 1 u എന്നും 1/y plus 1 v എന്നും കൊടുത്താൽ ഇതെന്താ ഉണ്ടാവുക നമുക്ക്, കാരണം ഇത് 2 into 1/x minus 1 എന്നാണ്. അതേപോലെ ഇത് 3 into 1/y plus 1 എന്നാണ്, ഈക്വൽ ടു 2 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ യു എന്നും ഇവിടെ വി എന്നും കൊടുത്താൽ എന്താ ഉണ്ടാവുക, 2u plus 3v ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെ കിട്ടുക. അതേപോലെ ഇതെന്താ കിട്ടുക, 3u plus 2v ഈക്വൽ ടു 13/6 നല്ല കിട്ടുക. ഇതിന് യു നല്ല കൊടുത്താൽ നമുക്ക് 1/x minus 1 u, അപ്പോൾ 3u plus 2v ഈക്വൽ 30. ഇനി ക്രോസ് മൾട്ടിപ്ലൈ എന്താണ്ടാവുക, 18u plus 12v ഈക്വൽ ടു 13 കിട്ടും. അതാണ് 18u plus 12v ഈക്വൽ ടു 13, ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ മതി. നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് എളുപ്പം തന്നെയാണ്. കാരണം ഇവിടെ 12 ആണ്, ഇവിടുത്തെ കോഎഫിഷ്യന്റ് 12 ആണ്. ഇവിടെ 12 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8u plus 12v ഈക്വൽ ടു 4 into 8 ആണ്. അപ്പോൾ ഇക്വേഷൻ 1 നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 into 2 8, 4 into 3 12, 4 into 2 8. ഇനി 18u plus 12v ഈക്വൽ ടു 13. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 8 നിന്ന് 80 മൈനസ് ചെയ്താൽ -10u, ഇത് 0 ആയി, ഈക്വൽ ടു 8 നിന്ന് 30 വെച്ചാൽ -5. അപ്പോൾ u ഈക്വൽ ടു -5/-10 which is equal to 1/2. അപ്പോൾ യുവിൻ്റെ വാല്യൂ നമുക്ക് 1/2 കിട്ടും. ഇനി യുവിൻ്റെ വാല്യൂ 1/2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാ 2u 2 into 1/2 plus 3v ഈക്വൽ ടു 2. 2 into യുവിൻ്റെ വാല്യൂ 1/2. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്താൽ 1 ആവും, ഇതിനപ്പുറത്തെ 1 ആയി, അതായത് 3v ഈക്വൽ ടു 1, v ഈക്വൽ ടു 1/3. അപ്പോൾ നമുക്ക് യുവിൻ്റെയും വിൻ്റെയും വാല്യൂ കിട്ടി. ഇനി എന്താണ് യു, വാട്ട് ഈസ് യു, 1/x minus 1. അപ്പോൾ 1/x minus 1 ഈക്വൽ ടു 1/2. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, x minus 1 ഈക്വൽ ടു 2, x ഈക്വൽ ടു 3 എന്ന് ആൻസർ കിട്ടും. അതേപോലെ 1/y plus 1 ആണ് v, ഈക്വൽ ടു 1/3. അപ്പോൾ y plus 1 ഈക്വൽ ടു 3, y ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x ഈക്വൽ ടു 3 എന്ന് കിട്ടി, y ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി ചില ടൈപ്പ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷനാണ് എന്ന് തോന്നുന്ന ഒരു ടൈപ്പ് ഉണ്ട്, ഓടി ചെയ്ത് നോക്കാം നമുക്ക്. ശ്രദ്ധിക്കുക, തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 3 into 2u plus v. 3 into 2u plus v equal to 7uv.
ഒരു ഇക്വേഷന് 3 ഇൻറ്റു u പ്ലസ് 3v ഈക്വൽ ടു 11uv. സോൾവ് ആണ്. 3 ഇൻറ്റു 2u പ്ലസ് v ഈക്വൽ ടു 7uv. 3 ഇൻറ്റു u പ്ലസ് 3v ഈക്വൽ ടു 11uv. നോക്കൂ, ഇത് വേറൊരു ടൈപ്പാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ എന്താണ്? ഒന്നാമത്തെ 6u പ്ലസ് 3 ഇൻറ്റു v 3v ഈക്വൽ ടു 7uv. ഒന്നാമത്തെ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് യുവിയോട് ഡിവൈഡ് ചെയ്യാം. 6u ബൈ uv പ്ലസ് 3v ബൈ uv ഈക്വൽ ടു 7uv ബൈ uv. എല്ലാ ടൈമിലും യുവിയോട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ യു ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 6/v പ്ലസ് ഇവിടെ v കട്ട് ചെയ്താൽ 3/u ഈക്വൽ ടു 7 കിട്ടും നമുക്കല്ലേ. ഇത് യു. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് നന്നാക്കി ചെയ്താൽ 3 ഇൻറ്റു 1/u പ്ലസ് 6 ഇൻറ്റു 1/v ഈക്വൽ ടു 7. ഇക്വേഷൻ നമ്പർ 1 നടക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ. ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താ? 3u പ്ലസ് 9v അല്ലേ ഈക്വൽ ടു 11uv. 3u പ്ലസ് 9v. ഇനി യു ഡിവൈഡ് ചെയ്താൽ 3u ബൈ uv 9v ബൈ uv 11uv ബൈ uv. അപ്പോൾ നമുക്ക് ഇതിനെ 3/v പ്ലസ് ഇതിനെ 9/u ഈക്വൽ ടു 11 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 1/u പ്ലസ് 3 ഇൻറ്റു 1/v ഈക്വൽ ടു 11. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായത് 9 ഇൻറ്റു 1/u പ്ലസ് 3 ഇൻറ്റു 1/v ഈക്വൽ ടു 11. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് ഇനി സോൾവ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യുക? നമുക്ക് 1/uക്ക് എക്സ് കൊടുക്കുക അല്ലേ. 1/u ഈക്വൽ ടു എക്സ്, 1/v ഈക്വൽ ടു വൈ എന്നും കൊടുക്കുക. അപ്പോൾ 3x പ്ലസ് 6y ഈക്വൽ ടു 7. അതേപോലെ ഇതോ 9x പ്ലസ് 3y ഈക്വൽ ടു 11. നോക്കൂ, ഇവിടെ എക്സ് കൊടുത്തു, ഇവിടെ വൈ കൊടുത്തു. അപ്പോൾ 9x പ്ലസ് 3y ഈക്വൽ 11. ഇവിടെ എക്സ് 3x പ്ലസ് 6y ഈക്വൽ ടു 7. ഇത് രണ്ട് സോൾവ് ചെയ്താൽ മതി. രണ്ട് സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. വേണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 ആയി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ 9x 3 ഇൻറ്റു ഇക്വേഷൻ 1 ഗീവ്സ് ഇതാണ്. അപ്പോൾ 3 ഇൻറ്റു 3 9x പ്ലസ് 3 ഇൻറ്റു 6 18y അല്ലേ. 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 6 18, 3 ഇൻറ്റു 7 21. ഇവിടെ അതേപോലെ 9x പ്ലസ് 3y ഈക്വൽ ടു 11. അങ്ങനെ. അപ്പോൾ 18y 3y വെച്ചാൽ 15y, 21 വെച്ചാൽ 10, y ഈക്വൽ ടു 10/15 എന്ന് പറഞ്ഞാൽ ഇത് എത്രയായി? 2/3 ആയി. y ഈക്വൽ ടു 2/3. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കാൻ 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2/3, സോറി 3 ഇൻറ്റു എക്സ് അല്ലേ. 3 ഇൻറ്റു എക്സ് പ്ലസ് 6 ഇൻറ്റു വൈ. വൈ എത്രയാണ്? 2/3 ഈക്വൽ ടു 7. 6y. അപ്പോൾ 3x പ്ലസ് ഇത് കട്ടായി. അപ്പോൾ 2 ഇൻറ്റു 4 ആയി ഈക്വൽ ടു 7. 3x ഈക്വൽ ടു 3, x ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. x ഈക്വൽ ടു 1. എന്താ എക്സ്? 1/u ആണ്. 1/u ഈക്വൽ ടു 1. 1 എന്ന് പറഞ്ഞാൽ 1/1. അപ്പോൾ u ഈക്വൽ ടു 1. വാട്ട് ഈസ് y? 1/v ആണ്. അപ്പോൾ 1/v ഈക്വൽ ടു 2/3. അപ്പോൾ v ഈക്വൽ ടു എന്താണ്? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ
3/2 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? u = 1 കിട്ടി, v = 3/2 കിട്ടി. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദ പ്രോബ്ലം. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലത്തിന് ആൻസർ കൊടുക്കും. 3 പ്രോബ്ലംസ് ഞാൻ ചെയ്തു. ഇനി 1-2 പ്രോബ്ലംസ് നിങ്ങൾ എഴുതാം കേട്ടോ. ഈ മോഡലിൽ ചെയ്യാൻ പറ്റുന്ന ചില ഹോംവർക്കുകൾ തരാം. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. എന്താ ക്വസ്റ്റ്യൻ നമ്പർ നോക്കാം. (1/2x minus 1/y equal to -1). 1/x plus 1/2y equal to 8. ഇതാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ. Second one, 2/x plus 2/3y equal to 1/6. 3/x plus 2/y equal to 0. ഇവിടെ നിങ്ങൾ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ പ്രോബ്ലത്തിന് ആൻസർ കണ്ടുപിടിക്കട്ടോ. ഇനി വേറൊരു ടൈപ്പ് തന്നെയാണ്, ഇതേ മോഡൽ തന്നെ വേറെ ടൈപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ട, ഞാൻ ചെയ്തു തരാം കേട്ടോ. ഒന്ന്, സോൾവ് 5/x plus y minus 2/x minus y equal to -1 ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 15/x plus y 7/x minus y equal to 10. ഇവിടെ x plus y not equal to 0, x minus y not equal to 0. എന്തുകൊണ്ടാണ് നോട്ട് ഈക്വൽ 0? ഇതാണ് ഡിനോമിനേറ്റർ 0 ആയാൽ ഈ ഇക്വേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 5/x plus y minus 2/x minus y equal to -1, 15/x plus y plus 7/x minus y equal to 10. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് നമുക്ക് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ x plus y equal to u എന്നും x minus y equal to v എന്നും കൊടുക്കുക ഫസ്റ്റ്, ഈ രണ്ട് ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? 1/, ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് 1/, കൊടുക്കണം കേട്ടോ, 1/. അപ്പോൾ 5, ഇത് 1/x plus y എന്നുള്ളത് 5 × 1/x plus y. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനെ 5u എന്ന് എഴുതാം, മൈനസ് ഇതിനെ 2v എന്ന് എഴുതാം, ഈക്വൽ ടു -1, ഇക്വേഷൻ നമ്പർ 1. അതേപോലെ 15u പ്ലസ് 7v ഈക്വൽ ടു 10, ഇക്വേഷൻ നമ്പർ 2. എല്ലാവർക്കും മനസ്സിലായല്ലോ? 1/x plus y ന് u കൊടുത്താൽ 5u മൈനസ് 2v ഈക്വൽ ടു -1, 15u പ്ലസ് 7v ഈക്വൽ ടു 10. ഇനി ഇവിടെ 5 ആണ്, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ 15 ആയി. അപ്പോൾ 3 × ഇക്വേഷൻ 1, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 15u മൈനസ് 6v ഈക്വൽ ടു -3. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 3 × 5 15, 3 × -2 -6, 3 × -1 -3. ഇനി 15u പ്ലസ് 7v ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ നേരിട്ട് എന്ത് ചെയ്തു? ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പോണ്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് സബ്ട്രാക്ട് പോയി, -6 മൈനസ് എന്ന് പറഞ്ഞാൽ -13v ഈക്വൽ ടു -13 എന്നാണ് കിട്ടുക. v ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 5u മൈനസ് 2v എന്ന് പറഞ്ഞാൽ 2 × 1 ഈക്വൽ ടു -1. 5u ഈക്വൽ ടു ഇതിനപ്പുറത്തുണ്ടായിരുന്ന കേട്ടോ
minus 1 plus 2, 5u equal to 1, u equal to 1 by 5. ക്ലിയർ ആയാലും എല്ലാവർക്കും? ഇതാണ് വിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് കിട്ടി. ഈ ഇക്വേഷൻ ഇതേപോലെ ഇത് മൈനസ് ചെയ്താൽ -6, -7, -13, -3, -10, -13 v equal to 1. വിയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 5u -2 equal to -1. ഇതിനപ്പുറത്ത് പോകുമ്പോൾ 2 എന്ന് വരും. അപ്പം അങ്ങനെ കിട്ടി. ഇപ്പോൾ നമുക്ക് യുവിൻ്റെയും വിൻ്റെയും വാല്യൂ കിട്ടില്ലേ? അപ്പോൾ എന്താ യു എന്ന് പറഞ്ഞാൽ 1/x + y. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1/x + y equal to ഇതാണ് യു, ഇതാണ് വി, ഈക്വൽ ടു 1/5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? x + y equal to 5 എന്ന് കിട്ടും. അതേപോലെ 1/x - y, 1/x - y equal to 1 എന്ന് കിട്ടിയത്. 1 ഡിനോമിനേറ്റർ 1 തന്നെ ഉള്ളൂ. അപ്പോൾ x - y equal to 1 കിട്ടും. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ 2x equal to 6, x equal to 3. x 3 കൊടുത്താൽ 3 + y equal to 5, y equal to 2. ഇതാണ് x equal to 3, y equal to 2. ഈ മോഡലുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നുള്ള രീതി. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് എഴുതിക്കോളൂ, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് എഴുതുക. 40/x + y. അപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്കിൻ്റെ മൂന്നാമത്തെ ചോദ്യം കേട്ടത് 40/x + y plus 2/x - y equal to 5. 25/x + y minus 3/x - y equal to 1. 40/x + y plus 2/x - y equal to 5. 25/x + y minus 3/x - y equal to 1. ഇതുകൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കട്ടോ. ഇതാണ് ഈ മോഡലിൽ പരീക്ഷയ്ക്ക്. ഇനി ഈ മോഡല് ചോദ്യം ഇനി വേറെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലം നമുക്ക് ചെയ്യാണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 47x + 31y equal to 63. 31x + 47y equal to 15. സോൾവ് ചെയ്യാനുള്ള ചോദ്യമാണ്. 47x + 31y equal to 63. 31x + 47y equal to 15. ഈ ചോദ്യം, ഇങ്ങനെയുള്ള ചോദ്യം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതൊരു മോഡലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഇവിടുത്തെ വൈൻ്റെ കോഎഫിഷ്യൻ്റ്. അതേപോലെ ഇവിടുത്തെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നല്ലോണം ശ്രദ്ധിക്കുക. ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ്. ആദ്യം ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 47ഉം 31ഉം എത്ര? നമുക്ക് 78x ആണ്. പ്ലസ് ഇതും അതേപോലെ 78 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 78 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് 78 വെളിയിലെടുത്താൽ 78 × x + y equal to 78. അപ്പോൾ ഈ 78 78 കട്ടായാൽ x + y equal to 1. ഇക്വേഷൻ നമ്പർ 3. മനസ്സിലായില്ലേ? ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കോഎഫിഷ്യൻറ്റുകൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് y ആയിട്ടും വൈയുടെ കോഎഫിഷ്യൻ്റ് x ആയിട്ടും വന്ന ഏതൊരു ഇക്വേഷൻ സോൾവ് ചെയ്യാനും ഫസ്റ്റ് ഈ ഇക്വേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. യെസ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ടാമത്തത്, ഇതിപ്പോൾ എന്താ ചെയ്ത് 1 + 2 ഇക്വേഷൻ. ഇനി അതേപോലെ 1 - 2 ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യാം. അപ്പോൾ 47ന് 31 മൈനസ് ചെയ്ത് എന്താണ്ടാവുക? നമുക്ക് മനസ്സിലായി 16 ആണ്. 16x അല്ലേ? അതേപോലെ ഇതോ -16y ഈക്വൽ ടു ഇതെന്താണ്ടാവുക?
8 48. അപ്പോൾ 16 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ 16 ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 48. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക. ഇക്വേഷൻ നമ്പർ 4. കാരണം 3 16 ആണ് 48. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ വീണ്ടും സോൾവ് ചെയ്യാം. അപ്പോൾ തൊട്ട് നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് എന്ത് എക്സിൻ്റെ വില 2 ആണ്, വൈയുടെ വില -1 ആണ്. ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലങ്ങളെ എന്ത് ചെയ്യാറുള്ളത്, സോൾവ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടാമത്തെ ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യൻ്റായും ഒന്നാമത്തേലെ വൈയുടെ കോഎഫിഷ്യൻ്റ് രണ്ടാമത്തേലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായും വരുന്ന ഇക്വേഷൻ വരുമ്പോൾ ആദ്യം ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്യുക, പിന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻ വീണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ എക്സും വൈയും കിട്ടും. ഈ ചോദ്യം മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽപ്പെട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ടൈപ്പ്. ഇതൊക്കെ എന്താണ് ഇക്വേഷൻ നേരിട്ട് നമുക്ക് ചെയ്യുന്നേക്കാൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇനി ഈ മോഡല് പിന്നെ ഒരു ചോദ്യം എഴുതിയെടുക്കാം. നിങ്ങൾ ഹോംവർക്ക് അയച്ചു കേട്ടോ. ഒന്നാമത്തത് 27x പ്ലസ് 31y ഈക്വൽ ടു 85. 37x പ്ലസ് 27y ഈക്വൽ ടു 89. 27x പ്ലസ് 31y ഈക്വൽ ടു 85. 31x പ്ലസ് 27y ഈക്വൽ ടു 89 സോൾവ് ചെയ്യാനാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഈ മോഡലാണ് സോൾവ് ചെയ്യുക കേട്ടോ. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട. ഇന്ന് ഈ പ്രോബ്ലം നന്നായി പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.